ഓടിയത്? ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഓടിയത്. എന്നെ കണ്ടപ്പോ എന്തിനാണ് നീ ഓടിയത്? നിങ്ങൾ പ്രതീക്ഷിക്കാൻ നടക്കണ്ടല്ലോ. എന്റെ ഭാര്യ നീ തമ്മിലുള്ള ബന്ധം അതെ സത്യത്താ എന്റെ ഭാര്യ നീ തമ്മിലുള്ള ബന്ധം പറ. ലവിന്റെ ചിഹ്നം അയക്കൽ. ആ നീ ലൗസിൽ അങ്ങോട്ട് അയക്കലില്ലേ? അങ്ങോട്ട് അയക്കലില്ലേ? ഓളാ ഇങ്ങോട്ട് ഒന്നും പറ്റൂല. അത് എന്റെ വീടാണ്. ഇവിടെ വന്നിട്ട് അടിച്ചു വല്ലതൊക്കെ പറ്റി കഴിഞ്ഞാൽ അതിന്റെ അടങ്ങറ് പോയി വെക്കാണ്. ഇതൊരു കാര്യം ചെയ്യും, അനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും. ഈ പരാതി കൊടുത്തോ അവര് തീർപ്പ് ഏൽപ്പിച്ചോളൂ. എനിക്ക് പരാതിയില്ല. ഇനിയില്ല, ഇനി പ്രശ്നമൊന്നുമില്ല, ഒന്നും ഞാൻ പറഞ്ഞോളാം. വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സുഹൃത്തെ, നിങ്ങൾ തന്ന പരാതിയെ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ ഞങ്ങൾ ഒരു സ്റ്റേഷനിൽ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് ഇങ്ങോട്ട് പോരും. ആ പെട്ടെന്ന് പോരും. സാറേ, ഞങ്ങളെ കാര്യം ഒന്ന് വേഗം തീരുമാനിക്കണല്ല. കോടതിയിൽ ഹാജരാക്കുന്ന കോടതിയിൽ ഹാജരായിക്കോ പറഞ്ഞാൽ കോടതിക്ക് മനസ്സിലാവും ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചാണ്. എന്താ എത്ര തിടുക്കം? ഞങ്ങൾക്ക് ഹണിമൂണിന് പോകണം സാറേ, കുണു മനാലി. അതെ, പെങ്കൊച്ചിന്റെ വീട്ടുകാരൊരു പരാതി വന്നിട്ടുണ്ട്, അതിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടുകാരൊന്ന് വന്നോട്ടെ, വന്നിട്ട് ഈ കൊച്ച് അവരുടെ മുമ്പ് പറയട്ടെ സ്വന്തം ഇഷ്ടത്തിൽ വന്നതാണെന്നുള്ളത്. ഇനി അതെല്ലാം തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ വിടേണ്ടി വരും, നിങ്ങൾ അകത്തിടേണ്ടി വരും. അല്ല, ഞങ്ങൾ അതെ, നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതെല്ലാം ഓക്കെ. ആ വീട്ടുകാർ വരണവരെ ഒന്ന് ക്ഷമിച്ചേ പറ്റുള്ളൂ കേട്ടോ. എന്താ പേര് കൊച്ചിന്റെ? അശ്വതി അച്ചു. ഞാൻ കൊച്ചിന്റെ അടുത്തല്ലേ ചോദിച്ചേ, അത് വർത്താനം പറയില്ലേ? എന്താ പേര്? അശ്വതി. ആ, അശ്വതി അച്ചു എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ആരെല്ലാരും? ഓൺലൈനിൽ എല്ലാരും വിളിക്കുന്ന അശ്വതി അച്ചു. കൊച്ചു നിങ്ങളെ എത്ര വയസ്സായി? 20. എന്ത് ചെയ്യുന്നു? BBA പഠിക്കുന്നു. അതെ, ഞാൻ പറയുന്നതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. എനിക്കും കൊച്ചിൻ്റെ പ്രായത്തിലുള്ളൊരു മോളുണ്ട്. അതുകൊണ്ട് പറയാ, എന്ത് കണ്ടിട്ടാണ് ഈ അപ്പാപ്പൻ്റെ കൂടെയൊക്കെ ഇറങ്ങി തിരിച്ചങ്ങോളെ? എന്താ നിങ്ങൾ കണ്ടേക്കണ അയാള്? സാറിനെ അറിയോ ഏട്ടായി എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്? ആര്? ഏട്ടായി.